സാധാരണ നമ്മൾ ഈ തെളിവ് എന്ന് കേൾക്കുമ്പോൾ എന്താ പറയുക, ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണല്ലോ മനസ്സിൽ വരിക. അതെ അതെ, വെള്ളം തിളയ്ക്കുന്ന താപനില പോലുള്ള കാര്യങ്ങൾ. കൃത്യം. പക്ഷേ ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെ നമ്മൾ എങ്ങനെ തെളിയിക്കും? ഇന്നത്തെ ഈ വിശദമായ ചർച്ചയിൽ നമ്മൾ നോക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 31 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ്. അതായത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് പകരം മനുഷ്യനെയും ഈ പ്രപഞ്ചത്തെയും അടിസ്ഥാനമാക്കിയുള്ള യുക്തി ഉപയോഗിച്ച് ദൈവത്തിന്റെ അസ്തിത്വം എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന തെളിവുകൾ ഒരു പ്രകൃതിശാസ്ത്രത്തിലെ പരീക്ഷണങ്ങളല്ല. അതായത് ഒരു സയൻസ് എക്സ്പെരിമെന്റ് പോലെയല്ല ഇത്. അല്ല. ഈ ഗ്രന്ഥം ഇതിനെ വിളിക്കുന്നത് ഒത്തുചേരുന്നതും ബോധ്യപ്പെടുത്തുന്നതുമായ വാദങ്ങൾ എന്നാണ്. അതായത് ഒറ്റയടിക്കൊരു മാജിക് പോലെ തെളിയിക്കുന്ന ഒന്നല്ല ഇത്. ഒരു മിനിറ്റ്. അപ്പോൾ ഇതൊരു കെമിസ്ട്രി ലാബിലെ പരീക്ഷണത്തെക്കാൾ ഒരു കേസ് നടക്കുന്ന കോടതി മുറി പോലെയാണോ? ഇപ്പോൾ കോടതിയിൽ നേരിട്ടുള്ള തെളിവുകളേക്കാൾ പല സാഹചര്യ തെളിവുകൾ കൂട്ടിവെച്ചാണല്ലോ നമ്മളൊരു നിഗമനത്തിലെത്തുന്നത്. വളരെ ശരിയായ ഒരു ഉദാഹരണമാണത്. ഓരോ തെളിവും ഒറ്റയ്ക്ക് പൂർണ്ണമായിരിക്കില്ല, പക്ഷെ എല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് വ്യക്തമായൊരു പിക്ചർ കിട്ടും. ഈ വാദങ്ങളുടെ ആദ്യത്തെ പ്രധാന സാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകം തന്നെയാണ്. ഈ പ്രപഞ്ചം തന്നെ അല്ലേ? അതെ. ലോകത്തിന്റെ ക്രമം, അതിലെ കൃത്യത, പിന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന അതിന്റെ സ്വഭാവം, പ്രത്യേകിച്ച് അതിലെ അതിശയകരമായ സൗന്ദര്യം, ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ ഉത്ഭവവും അവസാനവുമായ ഒരു അസ്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതായത് സൃഷ്ടിയിലൂടെ ദൈവത്തിന്റെ അദൃശ്യമായ സ്വഭാവം തിരിച്ചറിയാമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നതിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണല്ലേ? തീർച്ചയായും. പിന്നെ വിശുദ്ധ അഗസ്റ്റിന്റെ വളരെ പ്രശസ്തമായ ഒരു ചിന്തയും ഇതിൽ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഭൂമിയുടെയും കടലിന്റെയും ആകാശത്തിന്റെയും സൗന്ദര്യത്തോട് പോയി ചോദിക്കാനാണ്. അവരോട് തന്നെ ചോദിക്കാൻ. അപ്പോ അവയെല്ലാം ഒറ്റ സ്വരത്തിൽ ഞങ്ങൾ സുന്ദരമാണ് എന്ന് ഉത്തരം നൽകുമത്രേ. ശരിയാണ്. പക്ഷെ അവിടെ ഹൈലൈറ്റ് അതല്ല. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയെ സൃഷ്ടിച്ചത് ഒരിക്കലും മാറ്റമില്ലാത്ത സൃഷ്ടാവാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം. ഭൗതിക ലോകം അങ്ങനെയൊരു സൂചന തരുമ്പോൾ തന്നെ മനുഷ്യന്റെ സ്വന്തം ആന്തരിക ലോകവും ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആന്തരിക ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, ചിന്തകൾ, അതൊക്കെയാണോ? അതെ. മനുഷ്യൻ എപ്പോഴും സത്യത്തോടും സൗന്ദര്യത്തോടും ഒരു പ്രത്യേക ആകർഷണമുണ്ട്. അവന് ശരിയും തെറ്റും തിരിച്ചറിയുന്ന ധാർമ്മിക ബോധമുണ്ട്, മനസാക്ഷിയുണ്ട്. പിന്നെ എത്ര കിട്ടിയാലും മതിവരാത്ത ആ ഒരു സന്തോഷത്തിനായുള്ള ആഗ്രഹവും. കൃത്യം. ഇതെല്ലാം മനുഷ്യനിലുള്ള ഒരു ആത്മീയ ജീവന്റെ അടയാളങ്ങളാണ് എന്നാണ് ഈ സ്രോതസ് പറയുന്നത്. അതായത് ഒരു സ്പിരിച്വൽ സോൾ, ഭൗതികമല്ലാത്ത ദൈവത്തിൽ നിന്നും മാത്രം വരുന്ന നിത്യതയുടെ വിത്ത്. ഒന്ന് നിൽക്കൂ, ഇവിടെ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. ഈ പറയുന്ന ധാർമ്മിക ബോധവും സന്തോഷത്തിനായുള്ള ആഗ്രഹവുമൊക്കെ വെറുമൊരു ബയോളജിക്കൽ പ്രോസസ് അല്ലേ? അതായത് ഒരു പരിണാമത്തിന്റെ ഭാഗമായി ഉണ്ടായതാണെന്നാണോ? അതെ. മനുഷ്യന്റെ സർവൈവലിനു വേണ്ടി നമ്മുടെ തലച്ചോറിലുണ്ടായ ഒരു പ്രോഗ്രാമിംഗ്. അതിനെ എന്തിനാണ് നമ്മൾ നിത്യതയുടെ വിത്ത് എന്നൊക്കെ വിളിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? അതൊരു ന്യായമായ സംശയമാണ്. ബയോളജിക്ക് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെയും അതിജീവനത്തെയും ഒക്കെ വിശദീകരിക്കാൻ കഴിയും. വിശക്കുമ്പോൾ ഭക്ഷണം വേണം, അല്ലെങ്കിൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ. അതെ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് മനുഷ്യൻ കല ആസ്വദിക്കുന്നത്? എന്തിനാണ് തികച്ചും അമൂർത്തമായ അനന്തമായ ഒരു അർത്ഥം അവൻ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്? വിശപ്പും ദാഹവും മാറിയാലും ബാക്കിയാകുന്ന ആ ഒരു ശൂന്യതയുണ്ടല്ലോ, അത് ഭൗതികമായ ഒന്നും കൊണ്ട് നികത്താൻ കഴിയില്ല. അത് ശരിയാണ്. ഭക്ഷണം കൊണ്ടോ വെള്ളം കൊണ്ടോ ആ ആന്തരിക ശൂന്യത മാറില്ല. അതെ. മനുഷ്യനും ഈ ലോകത്തിനും അവരുണ്ടായതിന്റെ ആദ്യ കാരണം അവരുടെ ഉള്ളിൽ തന്നെയല്ല ഉള്ളത്. ഒരു സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ ആ സിസ്റ്റത്തിന് പുറത്തുനിന്നൊരു കാരണം വേണമല്ലോ. അപ്പോ ഈ ലോകം സ്വയം ഉണ്ടായതല്ല, അതിനൊരു തുടക്കവും ഒടുക്കവും വേണം എന്ന ചിന്തയിലേക്കാണ് ഈ ഒരു അപൂർണത നമ്മെ എത്തിക്കുന്നതല്ലേ? അതെ. എല്ലാറ്റിന്റെയും ആദ്യ കാരണവും അവസാന ലക്ഷ്യവുമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനെയാണ് എല്ലാവരും ദൈവമെന്ന് വിളിക്കുന്നത് എന്നാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന വാദങ്ങളൊന്നും വിശ്വാസത്തിനെതിരല്ല. യുക്തിയും വിശ്വാസവും തമ്മിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ പോരാട്ടമൊന്നും നടക്കുന്നില്ല എന്ന് ചുരുക്കം. ഇല്ല. മനുഷ്യന്റെ യുക്തിക്ക് തന്നെ ഒരു സ്രഷ്ടാവിലേക്ക് എത്താൻ കഴിയും. എന്നാൽ ഈ ഗ്രന്ഥം ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്താണത്?
യുക്തി ഉപയോഗിച്ച് ഒരു സ്രഷ്ടാവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ സ്രഷ്ടാവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിന് വെറും യുക്തി മാത്രം പോരാ. അതിന് വിശ്വാസം തന്നെ വേണമല്ലേ? അതെ, അവിടെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലും അത് സ്വീകരിക്കാനുള്ള കൃപയും മനുഷ്യന് ആവശ്യമാണ്. അതാണ് ആത്യന്തികമായ പടി. വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മളിന്ന് കണ്ടത് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യവും മനുഷ്യന്റെ ഉള്ളിലെ അർത്ഥത്തിനു വേണ്ടിയുള്ള അന്വേഷണവും ഒക്കെ എങ്ങനെയൊരു സ്രഷ്ടാവിലേക്ക് യുക്തിസഹമായി വിരൽ ചൂണ്ടുന്നു എന്നാണ്. അതെ, അന്ധമായ വിശ്വാസത്തിന് പകരം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച് അവിടെ എത്താം. തീർച്ചയായും. ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. സത്യത്തിനും സൗന്ദര്യത്തിനുമുള്ള നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം എപ്പോഴും ഒരു സ്രഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വടക്കുനോക്കി യന്ത്രം, അതായത് ഒരു കോമ്പസ് ആണെന്ന് കരുതുക. എങ്കിൽ നിത്യജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഈ കാര്യങ്ങളോട് നിങ്ങൾക്കെപ്പോഴെങ്കിലും താൽപ്പര്യം നഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളിൽ നിന്ന് തന്നെയാണോ അകന്നു പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ.